ഫുട്ബോൾ കളിക്കാൻ പോവാലോ. എനിക്ക് വീഡിയോ ഗെയിം കളിക്കാനും പോകാം. എനിക്കിനി കുറച്ച് ലഡു കഴിക്കണം. നിനക്ക് ഏതു നേരവും ഈ ഭക്ഷണത്തെ കുറിച്ച് മാത്രമേ സംസാരിക്കാനുള്ളൂ. ഫുട്ബോൾ ഭക്ഷണം കഴിക്കുന്നത് എന്താ ഇത്ര മോശം പരിപാടിയാണോ? ഹേയ്, അങ്ങനെയല്ല, ഞാനൊരു തമാശ പറഞ്ഞതല്ലേ, നീ സീരിയസ് ആവാതെ. അതെ, ടോമി പറഞ്ഞതിലും കാര്യമുണ്ട്. അതത്ര മോശം പരിപാടിയൊന്നുമല്ല. ഭക്ഷണം കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് വളരെ പ്രധാനമാണ്. ശരി ശരി, നമുക്ക് വേഗം പോയിട്ട് ലഡു കഴിക്കാനുള്ളതാ. ഞാനൊരു തമാശ പറഞ്ഞതാടോ. അവനത് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. നിനക്ക് അവനെ അറിയുന്നതല്ലേ? അവൻ പണ്ടേ നിൽക്ക് നിൽക്ക്, വേണ്ട, ഒരു 100 രൂപ നിലത്ത് വീണ് കിടക്കുന്നു. എവിടെ നോക്കട്ടെ. ശരിക്കും നോക്കിയോ? ചിലപ്പോൾ അത് കള്ളനോട്ട് വല്ലതുമായിരിക്കും. ഇത് കള്ളനോട്ടൊന്നുമല്ല. ഇന്ന് തന്നെ ഇത് ഞാൻ ആർക്കും തരില്ല. ഇത് എനിക്ക് വേണം. ഞാനാണ് ഇത് ആദ്യം കണ്ടത്. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? ഞങ്ങളുടെ കൂടെ വന്നപ്പോഴല്ലേ നിനക്കിത് കിട്ടിയത്. അപ്പോ അതിന്റെ പങ്ക് ഞങ്ങൾക്കും കൂടെ വേണം. നമുക്കിത് എല്ലാവർക്കും കൂടെ വീതിച്ചെടുക്കാം. ഇല്ല, പറ്റില്ല, എനിക്ക് തന്നെ വേണം. അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാ മതി. പങ്കിട്ടെടുക്കണം. ഇല്ല, ഞാൻ തരില്ല. ഞാനാണ് ആദ്യം കണ്ടത്. അത് നീ മുന്നിൽ നടന്നത് കൊണ്ടല്ലേ. ഞാനായിരുന്നു മുന്നിൽ നടക്കുന്നതെങ്കിൽ ഞാൻ കാണുമായിരുന്നു. ഓ, മതി മതി, രണ്ടാളും ഇനി അതിന്റെ പേരിൽ വഴക്കിടല്ലേ. എന്തായാലും നമ്മൾ മറ്റൊരാളുടെ പൈസ എടുക്കുന്നത് ശരിയല്ല. അതെ അതെ, ഞാൻ അതങ്ങോട്ട് പറയാൻ വരികയായിരുന്നു. അലക്സ് പറഞ്ഞതാണ് ശരി. ഈ പണം നഷ്ടപ്പെട്ട ആൾ എത്ര വിഷമിക്കുന്നുണ്ടാകും. പാവം. അലക്സ് പറഞ്ഞതാണ് ശരി. നമുക്ക് ഈ പണം ആവശ്യമില്ല. അതെ, നമ്മളിതെടുക്കില്ല. ഈ പണത്തിന്റെ യഥാർത്ഥ ഉടമയ്ക്ക് അത് തിരികെ നൽകണം. പക്ഷേ എങ്ങനെ? യഥാർത്ഥ ഉടമയെ കണ്ടെത്താൻ ഒരു വഴിയുണ്ട്. അവർ തങ്ങളുടെ പണം തേടി ഈ വഴിയിൽ അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. അതും ശരിയാണ്. അവരെ കണ്ടെത്തിയാൽ പിന്നെ ഈ പണം അവർക്ക് നേരിട്ട് നൽകാം. എന്നാൽ സമയം കളയണ്ട, നമുക്ക് ഇപ്പോൾ തന്നെ പോയി നോക്കാം. വേഗം വാ. അങ്ങോട്ട് നോക്ക്, അവിടെ ഒരാൾ എന്തോ തിരയുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് പോയി ചോദിച്ചു നോക്കാം. ചേട്ടാ, എന്തു പറ്റി? ചേട്ടൻ എന്താ തിരയുന്നത്? എന്റെ പണം കാണുന്നില്ല. എന്റെ കുട്ടിക്ക് മരുന്ന് വാങ്ങാനുള്ളതായിരുന്നു. ഇവിടെ എവിടെയോ വീണു പോയി. ചേട്ടൻ വിഷമിക്കണ്ട, ആ പണം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാ. ഓ എന്റെ ദൈവമേ, ഞാൻ എങ്ങനെയാ നിങ്ങളോട് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഒരുപാട് നന്ദിയുണ്ട് കുട്ടികളെ. ഇനി എന്റെ കുട്ടിക്ക് മരുന്ന് വാങ്ങാലോ. സന്തോഷമായി. ഈ പണത്തിന്റെ യഥാർത്ഥ ഉടമയെ ഞങ്ങൾ അന്വേഷിക്കുകയായിരുന്നു. കണ്ടെത്താനായതിൽ ഞങ്ങൾക്കും സന്തോഷമുണ്ട്. നന്ദിയുണ്ട് കുട്ടികളെ. നിങ്ങൾ ഒരു നല്ല കാര്യമാണ് ചെയ്തത്. നിങ്ങളെ 3 പേരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. അത് പിന്നെ ഞങ്ങൾ ഫോട്ടോപ്പയിലെ പിള്ളേരുടെ കടമയല്ലേ. അതെ, ഫോട്ടോപ്പയിലെ പിള്ളേര് പൊളിയല്ലേ. ഇതൊന്നും വേണ്ട. ഇതൊക്കെ ഒരുപാട് വീട്ടിലില്ലേ. നല്ല മോനല്ലേ. എനിക്ക് വേണം, എനിക്ക് വേണം, എനിക്ക് വേണം, എനിക്ക് വേണം. എന്താ പ്രശ്നം?
ഇവൻ ഈ കാറ് വേണമെന്ന് പറഞ്ഞ് വെറുതെ വാശി പിടിക്കുക. ആ വാങ്ങിച്ചു കൊടുത്തേക്ക്. ആൾക്കാര് നോക്കുന്നു. അവന്റെ കരച്ചില് നിർത്താൻ നോക്ക്. നിങ്ങളാണ് ഇവനെ ഇങ്ങനെ വാശി പിടിക്കുമ്പോഴേക്ക് എല്ലാം വാങ്ങിക്കൊടുത്ത് വഷളാക്കുന്നത്. എന്നാൽ വാങ്ങിച്ചു കൊടുക്കാതെ അവന്റെ കരച്ചില് മാറ്റാൻ നോക്ക്. ഞാൻ കാറിൽ ഉണ്ടാവും. എല്ലാം വാങ്ങിച്ചു കഴിഞ്ഞാൽ വിളിച്ചാൽ മതി. ഞാൻ പോകുന്നു. നോക്കൂ ടോമി, നിനക്ക് എത്രമാത്രം കളിപ്പാട്ടമാണ് അച്ഛൻ വാങ്ങി തന്നിട്ടുള്ളത്. അതും ആവശ്യത്തിലധികം. എന്തെല്ലാം തരത്തിൽ, എന്തെല്ലാം നിറത്തിൽ. ഈ ഫ്രൂട്ടോപ്പിയിലെ ഒരു കുട്ടികളുടെയും വീട്ടിലുണ്ടാവില്ല ഇത്രയധികം കളിപ്പാട്ടങ്ങൾ. ഇതെല്ലാം വെച്ച് കളിച്ചാ പോരെ നിനക്ക്? എന്തിനാ വെറുതെ ഡാഡിയെ കൊണ്ട് വീണ്ടും വീണ്ടും ഓരോന്ന് വാങ്ങിപ്പിക്കുന്നത്? അതത്ര നല്ല കാര്യമല്ല. വാ, മമ്മി ഒരു കാര്യം കാണിച്ചു തരാം. ടോമി, അത് കണ്ടോ? അവർ ഒരുപാട് ടോയ് വെച്ചല്ല കളിക്കുന്നത്. ഒരു പന്ത് വെച്ച് എല്ലാവരും കൂടിയാണ് കളിക്കുന്നത്. നിനക്ക് എന്തുകൊണ്ട് അവരോടൊപ്പം കളിച്ചുകൂടാ? അല്ലെങ്കിൽ അവരെ വീട്ടിൽ വിളിച്ചുകൂടാ? അതും അല്ലെങ്കിൽ നിന്റെ കളിപ്പാട്ടങ്ങളിൽ നിന്നും കുറച്ച് കളിപ്പാട്ടങ്ങൾ അവർക്ക് കൂടി കൊടുത്തുകൂടാ? നല്ലൊരു ഐഡിയ ആണ് മമ്മി. ഞാൻ ഇന്ന് തന്നെ അവരോടൊപ്പം ഒരുമിച്ച് കളിക്കും. ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും വീട്ടിലേക്ക് വാ. എന്റെ വീട്ടിൽ ഒരുപാട് കളിപ്പാട്ടങ്ങളുണ്ട്. നമുക്ക് ഒരുമിച്ച് കളിക്കാം. ഇതെല്ലാം നിങ്ങൾക്ക് കൂടി ഉള്ളതാണ്. മടിക്കണ്ട, എടുത്തോളൂ. ഞാൻ ഇതുവരെ ഇത്രയും ടോയ്സ് എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എവിടെ നിന്ന് കിട്ടിയതാ നിനക്ക് ഇതൊക്കെ? വല്ല ലോട്ടറിയും അടിച്ചോ? എല്ലാം എനിക്ക് ഡാഡിയും മമ്മിയും വാങ്ങിച്ചു തന്നതാണ്. ഇനി മുതൽ എനിക്കുള്ളതെല്ലാം നിങ്ങൾക്കും ഉള്ളതാണ്. വാ, നമുക്ക് ഒരുമിച്ച് കളിക്കാം. താങ്ക് യു മമ്മി.